പോർച്ചുഗലിനും റൊണാൾഡോയ്ക്കും ഒരു ഒത്ത എതിരാളിയെ ഇപ്പോഴാണ് കിട്ടുന്നത്. അതേ, ഗ്രൂപ്പ് ഘട്ടത്തിൽ അവരുടെ അവസാന മത്സരം പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ പോരാട്ടം ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക്. ആ ഒരു ഗ്രൂപ്പിലെ നിലവിൽ 1ാം സ്ഥാനക്കാരാണ് കൊളംബിയ. കഴിഞ്ഞ 2 മാച്ചും വിജയിച്ചു, 6 പോയിന്റ് ആയിട്ട്. ആദ്യ മത്സരത്തിൽ സമനിലക്കുരുക്കിൽ കുടുങ്ങിയ പോർച്ചുഗൽ 2ാമത്തെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 5 ഗോളിന് തകർത്ത് ആ ഒരു ഗ്രൂപ്പിൽ 4 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുള്ള പോർച്ചുഗൽ. കൊളംബിയ നിരയിൽ ജെയിംസ് റോഡ്രിഗസും ലൂയിസ് ഡൈസും പോലുള്ള താരനിര. ഈ ഒരു മാച്ച് ഒരാളും മിസ്സാക്കേണ്ട. നിങ്ങളെ പോർച്ചുഗൽ ഫാനായ ഫ്രണ്ടിനൊക്കെ അയച്ചു കൊടുത്തിട്ട് ഈ ഒരു കാര്യം പറയാ, ഈ ഒരു ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായില്ല, 2ാം സ്ഥാനക്കാരായാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ റൗണ്ട് ഓഫ് 32 നേരിടേണ്ടി വരിക ഇംഗ്ലണ്ടിനെ ആയിരിക്കും. ആൻഡ് റൗണ്ട് ഓഫ് 60 സ്പെയിൻ ആൻഡ് ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ ഫ്രാൻസ്. ഈ ഒരു ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ഒരു ടീമും ആഗ്രഹിക്കില്ല. കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനായിരിക്കും പോർച്ചുഗൽ ഇറങ്ങാൻ പോകുന്നത്. ഒരു ഡ്രോ പോലും മതി കൊളംബിയയ്ക്ക് ആ ഒരു ഗ്രൂപ്പിൽ 1ാം സ്ഥാനം നിലനിർത്താൻ. ഈ ഒരു മാച്ചിന്റെ ഒരു ആവേശം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ മിസ്സാക്കേണ്ട. നിങ്ങൾക്ക് മാച്ചിന്റെ ലൈവ് ലിങ്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ലിങ്കും കാര്യങ്ങളും. ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? പോർച്ചുഗൽ ആയിരിക്കോ കൊളംബിയ ആയിരിക്കോ? ഒന്ന് കമന്റ് ചെയ്യുക.